എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വരുന്ന മെയിൽ 7 ഇയേഴ്സ് ആകും. അപ്പോൾ ഈ 7 ഇയേഴ്സിൽ ഞാനൊന്ന് റിവാൻഡ് ചെയ്ത് നോക്കിയപ്പോൾ യെസ്, ഹീസ് ദ വൺ ഹൂ ഓൾവേസ് സർപ്രൈസസ് മീ ബൈ ഗിവിങ് ഗിഫ്റ്റ്സ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ. ഞാനത് റിയലൈസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി ഫെബ്രുവരിയിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഈ വാസ് ജസ്റ്റ് ഗിഫ്റ്റഡ് മീ ലൈക്ക് വാച്ച്, ഫോൺ ആൻഡ് അപ്പോൾ ഞാൻ ചിന്തിച്ചു വൈ നോട്ട്, ഐ എം നോട്ട് ഗിവിങ് ഹിം എനി കൈൻഡ് ഓഫ് ഗിഫ്റ്റ്സ്. സോ ഇൻ ദ സെൻസ് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പേഴ്സൺ അല്ല. പക്ഷേ ഇവൻ ദോ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ ഞാൻ വാങ്ങിക്കുന്നല്ലാതെ ഞാൻ ഗിഫ്റ്റായിട്ട് അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. സോ ഈ കമ്മിങ് ഏപ്രിലിൽ പുള്ളിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് ഹിം സം എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ്. അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. അപ്പം എനിക്ക് അറിയില്ല പുള്ളിയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന്. അത് എന്നെക്കൊണ്ട് പറ്റുന്ന എക്സ്പെൻസീവ് ഗിഫ്റ്റാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓക്കെ, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഞാൻ 2 സാധനം ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാണ്, ഇത് ഒരു റൈബാൻ്റെ ഗ്ലാസും പിന്നെ ടോമി ഹിൽഫിഗറിൻ്റെ ഒരു വാച്ചാണ് കേട്ടോ. സോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആണ് ഞാനത് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല ഹി വിൽ ബി ഹൗ മച്ച് സർപ്രൈസ്ഡ് സീയിങ് ദിസ് ഗിഫ്റ്റ്സ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ജസ്റ്റ് ലൈക്ക് വീഡിയോ എപ്പോഴും മെമ്മറി ആയിരിക്കുമല്ലോ. സോ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാവേ. ആക്ച്വലി ഞാൻ ഇത്ര എക്സൈറ്റഡ് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പുള്ളിക്ക് യാതൊരു വക പ്രതീക്ഷ ഉണ്ടായിരിക്കില്ല ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നേ. അപ്പം ആ ഒരു സർപ്രൈസ്ഡ് ഫേസ് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. എന്നാൽ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം.